കേരളത്തിലെ ഒരേ ഒരു ഓപ്ഷൻ ഹെഡ്ജിംഗ് ട്രേഡിംഗ് ഹബ്ബായ ബുൾസ് മൂവിലേക്ക് സ്വാഗതം. ഒരു 10 വർഷത്തിനിടയിൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ വളരെയധികം കൂടിയിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ചെറിയ പൈസയ്ക്ക് നമുക്ക് ഓപ്ഷൻ ട്രേഡ് ചെയ്യാം, വളരെ വലിയ പ്രോഫിറ്റ് എടുക്കാവുന്ന ഹാലുസിനേഷൻ ആണ്. ഇത് കാരണം കൊണ്ടാണ് ഡെറിവേറ്റീവ് മാർക്കറ്റിലേക്ക് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വളരെയധികം വന്നത്, പ്രത്യേകിച്ച് ലാസ്റ്റ് 10 ഇയേഴ്സ്. 90% ഈ വരുന്ന ആളുകളും മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആവാറാണ് പതിവ്. ഇതിന് എന്തൊക്കെ കാരണങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇതിന് പ്രധാന കാരണം അറിവില്ലായ്മയാണ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് പോലെയുള്ള ഒരു ഗ്ലോബൽ എൻവയോൺമെന്റിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള അറിവില്ലായ്മയാണ് ഫെയിലിയേഴ്സിന്റെ ആദ്യത്തെ കാരണം. രണ്ടാമത്തെ കാരണമാണ് മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിനെ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, പക്ഷേ 90% ആളുകളും സ്റ്റോക്ക് മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക എങ്ങനെയാണ്? യൂട്യൂബിലും മറ്റു ബുക്സിലൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആദ്യത്തെ പഠനം നടത്തുക, സെൽഫ് സ്റ്റഡി. ഇതിലുണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഹാലൂസിനേഷനിൽ അല്ലെങ്കിൽ മിഥ്യാധാരണയിൽ പെട്ടുപോകും. അതിൽ ആദ്യത്തേതാണ് ഇൻഡിക്കേറ്റേഴ്സ്, പ്രൈസ് ആക്ഷൻസ്, ഇതുപോലെ മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ടൂൾസ്, പ്രത്യേകിച്ച് ഓപ്ഷൻ ട്രേഡിങ്ങിൽ. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ആർക്കും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് പോലും നമ്മൾ ഇതുപോലത്തെ ഓരോ ഗിമിക്സിൽ പെട്ട് മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ പറഞ്ഞത് സ്റ്റോക്ക് മാർക്കറ്റിൽ കുറച്ച് കാലമായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. നമ്മൾ എന്തൊക്കെ ചാർട്ട് നോക്കിയാലും അല്ലെങ്കിൽ പാറ്റേൺസ് നോക്കിയാലും മാർക്കറ്റ് ടൈം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒക്കെ കറക്റ്റാണ്, പക്ഷെ ലൈവ് മാർക്കറ്റിലൊന്നും നടക്കില്ല. തിയററ്റിക്കലൊക്കെ വളരെ കറക്റ്റാണ്, പക്ഷെ ലൈവ് മാർക്കറ്റിൽ നടക്കില്ല. ഇത് തന്നെയാണ് പ്രോബ്ലം. നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഈ പാറ്റേൺസും കാര്യങ്ങളും ഒന്നും തന്നെ ഫോളോ ചെയ്യാൻ പറ്റില്ല. അടുത്തതായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ് റിസ്ക് റിവാർഡ് റേഷ്യോ, RRR. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് യൂട്യൂബിൽ അല്ലെങ്കിൽ മറ്റു ബുക്സിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാവുന്ന ഒരു റേസ് ആണ് റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ₹1 ലോസ് എടുക്കുമ്പോൾ ₹3 പ്രോഫിറ്റ് എടുക്കണം, അല്ലെങ്കിൽ ₹1 ലോസ് എടുക്കുമ്പോൾ നമ്മൾ ₹5 പ്രോഫിറ്റ് എടുക്കണം. നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു 1:3 റിസ്ക് റിവാർഡ് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സക്സസ് ആവുന്നതാണ് വെപ്പ്. ഈ റിസ്ക് റിവാർഡ് റേഷ്യോ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. തിയററ്റിക്കലി എങ്ങനെ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളൊരു 10 ട്രേഡ് എടുക്കാൻ തീരുമാനിച്ചു, ഒരു 1:3 റിസ്ക് റിവാർഡ് റേഷ്യോ, അതായത് ₹1 ലോസ് ₹3 ടാർഗറ്റ്. നിങ്ങൾ കണ്ണും പൂട്ടി ഒരു 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 3 ട്രേഡ് സക്സസ് ആയെന്ന് വിചാരിക്കാം. 3 ട്രേഡ് സക്സസ്, 7 ട്രേഡ് ലോസ്. ഈ 3 ട്രേഡിൽ നിങ്ങൾക്ക് 3x3 ₹9 പ്രോഫിറ്റും 7 ട്രേഡിൽ 7x1 ₹7 ലോസും ആണ്. നെറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണല്ലേ, ₹2 പ്രോഫിറ്റ് അല്ലേ. നോക്കൂ, ഇത്ര റാൻഡം ആയിട്ട് നമ്മൾ ട്രേഡ് എടുത്തിട്ട് പോലും നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ, ഇത് കറക്റ്റ് ആണെങ്കിൽ ഒരു 90% ഓഫ് ദി ട്രേഡേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് അല്ല ആവേണ്ടത്, പക്ഷെ നേരെ തിരിച്ചല്ലേ. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ തിയററ്റിക്കലി വർക്ക് ചെയ്യല്ലാതെ ലൈവ് മാർക്കറ്റിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന റൂൾസ് മാത്രമാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഫോളോ ചെയ്യേണ്ടത്. ബിഗിനേഴ്സിന് മാത്രമല്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് പോലും ഈ ഒരു മിസ്റ്റേക്ക് വരാറുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഹാലൂസിനേഷനിലാണ് അവർ ഇപ്പോഴും നിൽക്കുന്നത്. കാരണം നമ്മൾ ഈ ഒരു റിസ്ക് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് സക്സസ് ആകാൻ കഴിയുന്നു. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ചെറിയ ലോസും വളരെ വലിയ പ്രോഫിറ്റും ഉള്ളത് ബിസിനസ് അല്ല, അത് ഗാംബ്ലിംഗ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോട്ടറി അല്ലാതെ വേറെ ഏത് ബിസിനസ്സിലാണ് ചെറിയ ലോസും വളരെ അധികം പ്രോഫിറ്റും ഉള്ളത്? ബിസിനസ് എന്ന് പറയുന്നത് റിസ്ക് കൂടുതലും പ്രോഫിറ്റ് കുറവാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിലൊരു കാര്യമുണ്ട്, പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് അത് വളരെ കൂടുതലായിരിക്കും. അതാണ് ബിസിനസ് എന്ന് പറയുന്നത്. മറ്റേത് ബിസിനസ് അല്ല, ഗാംബ്ലിംഗ് ആണ്. അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ ലോസും വളരെ വലിയ പ്രോഫിറ്റും ഇതല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് എത്ര ഉണ്ടെന്നാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തു, ഓക്കെ. അതായത് മാർക്കറ്റ് മുകളിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. ഇനി മാർക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനുള്ളത്? മാർക്കറ്റ് മുകളിലോട്ടേക്ക് പോകും, ഫ്ലാറ്റ് ആവും, ഡൗൺ ആവും. 3 സെനാരിയോസ് ആണ് മാർക്കറ്റിൽ നടക്കാനുള്ളത്. ഇതിൽ മാർക്കറ്റ് മുകളിലോട്ടേക്ക് പോയാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. സ്ട്രാറ്റജിക്കലി 33% നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ്. അത് ശ്രദ്ധിക്കണം, വെറും 33%. നമ്മുടെ നാട്ടിലൊക്കെ, നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ അമ്പലപ്പറമ്പിലൊക്കെ ഉത്സവത്തിനൊക്കെ ഒരു ചീട്ട് കളിയുണ്ട്, പന്നി വളർത്തെന്നും അകമ്പുറം എന്നൊക്കെ പറയും. അതായത് അവിടെ വരെ 50% പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ്. കാരണം 2 സെനാരിയോ ഉള്ളൂ, അകം പുറം. 50% ചാൻസ് അവിടെ ഉണ്ട്. നിങ്ങൾ കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ നേക്കഡ് ബൈ ചെയ്ത് കഴിഞ്ഞാൽ വെറും 33% പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. സോ നമ്മൾ എപ്പോഴും ട്രേഡ് എടുക്കുമ്പോൾ സ്ട്രാറ്റജിക്കലി ഒരു 51% പ്രോബബിലിറ്റിയിൽ ട്രേഡ് എടുക്കണം. അടുത്തൊരു വില്ലെന്ന് പറയുന്നത് ചാർട്ടാണ്. അതായത് നമ്മൾ തംബ്നെയിലും ആഡിലൊക്കെ പറയുന്ന പോലെ ചാർട്ട് നോക്കി ഒരിക്കലും ട്രേഡ് ചെയ്യരുത്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചാർട്ടല്ല എന്ത് തന്നെ നോക്കിയാലും സ്റ്റോക്ക് മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള സത്യം നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എന്നാലും എല്ലാവരും നോക്കുന്നത് ചാർട്ടാണ്. ഓക്കെ, അവിടെ ലെവലുണ്ട്, ഇവിടെ ലെവലുണ്ട്. നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഒരിക്കലും ചാർട്ട് നോക്കി പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, ആസ് എ ലോങ് റൺ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ കഴിയില്ല.
ചാർട്ടല്ല, നിങ്ങൾ എന്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള സത്യം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ചാർട്ട് നോക്കണ്ട, ചാർട്ട് നോക്കി പ്രെഡിക്റ്റ് ചെയ്യേണ്ടതാണ് ഉദ്ദേശിക്കുന്നത്. ചാർട്ട് നോക്കാം, മാർക്കറ്റ് എവിടെ എത്തി ഇന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നോക്കാം, അല്ലാതെ ചാർട്ട് നോക്കി പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ആരെ കൊണ്ടും കഴിയില്ല. സോ ട്രേഡിങ്ങിൽ നമ്മൾ അതെല്ലാം ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി പറയാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓപ്ഷനിൽ കോൾ ആണെങ്കിലും പുട്ട് ആണെങ്കിലും ട്രേഡ് ചെയ്യുന്നത് ലിറ്ററലി അതൊരു ബിസിനസ്സാണ്. നമ്മൾ ഒരു സാധനം ബൈ ചെയ്യുന്നു, സെല് ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഒന്ന് മാറ്റി വെച്ച് നമ്മൾ റിയൽ എസ്റ്റേറ്റിലാണ് ബിസിനസ് ചെയ്യുന്നത് വിചാരിക്കാം. നിങ്ങൾക്ക് കോഴിക്കോട് ഒരു സ്ഥലം വേണം. നിങ്ങളൊരു ബ്രോക്കറോട് പറഞ്ഞു എനിക്കൊരു സ്ഥലം വേണം. ബ്രോക്കർ പറഞ്ഞു ഒരു സെൻറ്റിന് 5 ലക്ഷം രൂപയാണ്. നിങ്ങൾ വന്നു, സ്ഥലം കണ്ടു, ഇഷ്ടപ്പെട്ടു. എന്നിരുന്നാൽ പോലും നിങ്ങൾ എന്താ അന്വേഷിക്കുക? ആ സ്ഥലത്തിന് 5 ലക്ഷം രൂപയുണ്ടോ? ഈ ബ്രോക്കർ പറഞ്ഞ റേറ്റ് കൂടുതലാണോ കുറവാണോ? ഇതൊക്കെ അന്വേഷിച്ചിട്ടാണ് നിങ്ങൾ തീരുമാനം എടുക്കുള്ളൂ. ഏതൊരു കച്ചവടത്തിലും നമ്മൾ ഈ ഒരു ലോജിക്കൽ ഉപയോഗിക്കാം. നിങ്ങളൊരു കാർ വാങ്ങുമ്പോഴും ഈ കാറിന് എന്താണ് വില, അത് യഥാർത്ഥ വിലയെ അപേക്ഷിച്ച് കൂടുതലാണോ കുറവാണോ, ഈ കാര്യങ്ങൾ നോക്കിയിട്ടാണല്ലോ നമ്മൾ തീരുമാനം എടുക്കുക. ഇനി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാം. മാർക്കറ്റ് കയറുന്ന ഒരു ന്യൂസ് കിട്ടി. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു 48,000 കോൾ ഓപ്ഷൻ 300 രൂപയ്ക്ക് ബൈ ചെയ്തു. മാർക്കറ്റ് കയറുന്നതാണ് നിങ്ങളുടെ പ്രതീക്ഷ, അത് ഓക്കെ. പക്ഷേ ഈ 300 രൂപ എന്ന് പറയുന്നത് കൂടുതലാണോ കുറവാണോ? അതല്ലേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഈ ഇൻസ്ട്രുമെന്റിന്റെ വില കൂടുതലാണോ കുറവാണോ? അതല്ലേ കച്ചവടം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ ഓപ്ഷന്റെ പ്രൈസിംഗ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓപ്ഷന്റെ പ്രൈസിംഗ് ആണ്. അതായത് എങ്ങനെയാണ് ഓപ്ഷന്റെ പ്രൈസിംഗ് ഡിറൈവ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 48,000 കോൾ ഓപ്ഷൻ 300 രൂപ എന്നുള്ളത് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്, അതെങ്ങനെ പ്രൈസ് കൂടുതലാണ്, എത്രത്തോളം കൂടുതൽ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പ്രൈസിങ് പഠിക്കണം. സോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കോൾ ഓപ്ഷന്റെ പ്രൈസിംഗ് ആണ്. അതായത് കോൾ ഓപ്ഷന്റെ പ്രീമിയം എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്. സോ നിഫ്റ്റി നിൽക്കുന്നത് 21,000 ആണെന്ന് വിചാരിക്കുക. 20,500 കോൾ ഓപ്ഷന്റെ പ്രീമിയം എന്തായിരിക്കും? സോ ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് സ്റ്റോക്ക് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ കോൾ ഓപ്ഷന്റെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നിഫ്റ്റി നിൽക്കുന്നത് 21,000, നമ്മളെ കയ്യിലുള്ളത് 20,500 കോൾ ഓപ്ഷൻ ആണ്. അതിന്റെ യഥാർത്ഥ വിലയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ സ്റ്റോക്ക് പ്രൈസ് എത്ര? 21,000. സ്ട്രൈക്ക് പ്രൈസ് 20,500. സോ 21,000 മൈനസ് 20,500 ഇസ് ഈക്വൽ ടു 500 റുപ്പീസ്. അപ്പോൾ നമ്മുടെ കോൾ ഓപ്ഷന്റെ പ്രീമിയം, അതായത് 20,500 കോൾ ഓപ്ഷന്റെ പ്രീമിയം ആസ് പെർ ദ ഫോർമുല 500 റുപ്പീസ് ആണ്. ഇനി ഇതേ സെനാരിയോയിൽ നിഫ്റ്റി 21,000 നിൽക്കുന്നത്, 20,900 കോൾ ഓപ്ഷന്റെ പ്രീമിയം എന്തായിരിക്കും? നമ്മൾ ഇതേ കാൽക്കുലേഷൻ തന്നെ ചെയ്യുന്നു. സ്റ്റോക്ക് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ് 21,000 മൈനസ് 20,900, 100 റുപ്പീസ് ആയിരിക്കും പ്രീമിയം. ഇനി 21,500 കോൾ ഓപ്ഷൻ ആണെങ്കിലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് വാല്യൂ അല്ലേ കിട്ടുന്നത്. സ്റ്റോക്ക് പ്രൈസ് 21,000 മൈനസ് 21,500. സോ നമുക്ക് -500 അല്ലേ കിട്ടുന്നത്. ഓപ്ഷൻ പ്രീമിയം ഒരിക്കലും മൈനസ് ഉണ്ടായിരിക്കില്ല. സോ ഡെറിവേറ്റീവ് കാൽക്കുലേഷനിൽ നമ്മൾ എപ്പോഴൊക്കെ മൈനസ് വാല്യൂ കിട്ടുന്നോ നമ്മൾ 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ 21,500 കോൾ ഓപ്ഷന്റെ പ്രീമിയം എന്താണ്? 0 ആണ്. തിയററ്റിക്കലി 0 ആണ്. 21,600 സെയിം. 21,000 മൈനസ് 21,600 മൈനസ് വാല്യൂ 0 ആണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് പ്രൈസിന് മുകളിലുള്ള കോൾ ഓപ്ഷൻ പ്രീമിയംസിന്റെ ഒക്കെ തിയററ്റിക്കൽ വാല്യൂ 0 ആണ്. കാരണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? മൈനസ് വാല്യൂ അല്ലേ കിട്ടുന്നത്. സോ അതിന് നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സ്റ്റോക്ക് പ്രൈസിന് മുകളിലുള്ള എല്ലാ കോൾ ഓപ്ഷൻ പ്രീമിയത്തിന്റെയും വാല്യൂ 0 ആയിരിക്കും. ഇനി നമുക്ക് പുട്ട് ഓപ്ഷന്റെ പ്രീമിയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു നോക്കാം. കോൾ ഓപ്ഷന്റെ പോലെ തന്നെ പുട്ട് ഓപ്ഷനും ഒരു കാൽക്കുലേഷൻസ് ഉണ്ട്, അതായത് ഒരു ഫോർമുല ഉണ്ട്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ്. അവിടെ സ്റ്റോക്ക് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ് ആണ് പറഞ്ഞതെങ്കിൽ ഇവിടെ സ്ട്രൈക്ക് പ്രൈസ് മൈനസ് സ്റ്റോക്ക് പ്രൈസ് ആണ്. നിഫ്റ്റി 21,000 നിൽക്കുന്നു വിചാരിക്കാം. 21,500 പുട്ട് ഓപ്ഷന്റെ പ്രീമിയം എന്തായിരിക്കും? സ്ട്രൈക്ക് പ്രൈസ് മൈനസ് സ്റ്റോക്ക് പ്രൈസ്, അതായത് 21,500 മൈനസ് 21,000, 500 രൂപയാണ് പ്രീമിയം. 21,600 പ്രീമിയം എന്തായിരിക്കും? സെയിം. 21,600 മൈനസ് 21,000, 21,000. സോ 600 റുപ്പീസ് ആയിരിക്കും പ്രീമിയം. സ്ട്രൈക്ക് പ്രൈസ് മൈനസ് സ്റ്റോക്ക് പ്രൈസ്, അത് അതേപോലെ അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ 20,500 പുട്ട് ഓപ്ഷന്റെ പ്രീമിയം എന്തായിരിക്കും? സ്ട്രൈക്ക് പ്രൈസ് മൈനസ് സ്റ്റോക്ക് പ്രൈസ് 20,500 മൈനസ് 21,000. സോ നമുക്ക് നേരത്തെ പോലെ തന്നെ മൈനസ് വാല്യൂ കിട്ടി. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഡെറിവേറ്റീവ് കാൽക്കുലേഷനിൽ എവിടെയൊക്കെ മൈനസ് വാല്യൂ വരുന്നു നമ്മൾ 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ്? സ്റ്റോക്ക് പ്രൈസിന് താഴെയുള്ള എല്ലാ സ്ട്രൈക്കിന്റെയും പ്രീമിയം 0 ആയിരിക്കും. കാരണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? 0 ആണ് കിട്ടുക. സ്ട്രൈക്ക് പ്രൈസ് മൈനസ് സ്റ്റോക്ക് പ്രൈസ് എന്ന ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് ലൈവ് മാർക്കറ്റിൽ എന്താണ് അവസ്ഥ നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞത് തിയററ്റിക്കൽ കാൽക്കുലേഷൻസ് ആണ്. ലൈവ് മാർക്കറ്റിൽ എന്താണ് അവസ്ഥ നോക്കാം. നിഫ്റ്റി നിൽക്കുന്നത് 21,643 ആണ്, അതായത് 21,643 ആണ് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് 21,600 കോൾ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം.
ആസ് പെർ ദ ഫോർമുല സ്റ്റോക്ക് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ് നമുക്ക് എത്ര കിട്ടുന്നത് 43 റുപ്പീസ് ആണ്. ഇനി ഇതിന്റെ ലൈവ് മാർക്കറ്റിൽ എന്താണ് പ്രീമിയം നോക്കാം. സോ നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഓപ്ഷൻ ചെയ്ത് പോയി നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് 182.80, അതായത് 182.80 ഓപ്ഷന്റെ പ്രീമിയം. നമുക്ക് കിട്ടിയത് 43 പോയിന്റ് സംതിങ് ആണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്ര ഒരു വ്യത്യാസം വന്നത്? തിയററ്റിക്കലി നമ്മൾ പഠിച്ചതും ലൈവ് മാർക്കറ്റിലെ പ്രീമിയവും വളരെയധികം വ്യത്യാസമുണ്ട്. ഇതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ആദ്യത്തെ കാരണം എന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പ്രൈസും അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റും അതിന്റെ യഥാർത്ഥ വാല്യൂലല്ല ട്രേഡ് ചെയ്യുന്നത്, എക്സ്ട്രാ പ്രൈസ് അല്ലെങ്കിൽ ഓവർ പ്രീമിയത്തിലായിരിക്കും. ഇതാണ് അതിന്റെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ആൻസർ. ഈ ടെക്നിക്കൽ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ ഓപ്ഷന്റെ പ്രീമിയം എന്ന് പറയുന്നത് രണ്ട് ഫാക്ടേഴ്സ് ആണുള്ളത്. ഒന്ന് ഇൻട്രൻസിക് വാല്യൂ, പിന്നെ ടൈം വാല്യൂ. ഇൻട്രൻസിക് വാല്യൂ ആൻഡ് ടൈം വാല്യൂ. ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ യഥാർത്ഥ വാല്യൂ അല്ലെങ്കിൽ തിയററ്റിക്കൽ വാല്യൂ. തിയററ്റിക്കൽ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ച ഫോർമുല സ്റ്റോക്ക് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ് കോൾ ഓപ്ഷന്റെ കേസിൽ. സോ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 43. അപ്പം ഇതിൽ 43 ആണ് ഇൻട്രൻസിക് വാല്യൂ. അപ്പോൾ 182.80 ബാക്കി എത്രയാണ് ഉള്ളത്? അതാണ് ടൈം വാല്യൂ എന്ന് പറയുന്നത്. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 139.80, 20 അല്ല 80. അപ്പോൾ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിലെ പ്രീമിയത്തിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്: ഇൻട്രൻസിക് വാല്യൂ, ടൈം വാല്യൂ. ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ തിയററ്റിക്കലി പഠിച്ച വാല്യൂ, ടൈം വാല്യൂ എന്ന് പറയുന്നത് ബാക്കിയുള്ള വാല്യൂ. സോ ടൈം വാല്യൂ അതാണ് സ്റ്റാർ. ഈ ടൈം വാല്യൂവിലാണ് നമ്മൾ ഓപ്ഷൻ ട്രേഡിങ്ങിലെ ഫുൾ ഗെയിം കിടക്കുന്നത്. ടൈം വാല്യൂ എന്ന് പറഞ്ഞാൽ സമയത്തിന്റെ ആനുകൂല്യം കൊണ്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ. ഇപ്പം നമ്മൾ 11th ജനുവരി സ്ട്രൈക്ക് പ്രൈസ് ആണ് എടുത്തത്. സോ ഓൾമോസ്റ്റ് നമുക്കിനി 7 days ഉണ്ട് എക്സ്പയറിയിലേക്ക്. ആ 7 daysന്റെ വാല്യൂ ആണ്, അല്ലെങ്കിൽ ആ സമയത്തിന്റെ വാല്യൂ ആണ് ഈ ടൈം വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 11 ദിവസത്തെ ടൈം വാല്യൂ ആണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ ഇനി ഒരു ദിവസം കഴിഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ടൈം 10 ദിവസമായിട്ട് കുറഞ്ഞല്ലോ, എക്സ്പയറിയിലേക്ക് ഇനി 10 ദിവസമുള്ളൂ. അപ്പോൾ ഇവിടെ ടൈം വാല്യൂ എന്ത് സംഭവിക്കും? 10 ദിവസത്തെ ടൈം വാല്യൂ ഉണ്ടായിരിക്കുള്ളൂ. അതായത് ഓരോ ദിവസം കഴിയും തോറും ടൈം വാല്യൂ കുറഞ്ഞു വരും. സോ നമ്മുടെ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോക്ക് പ്രൈസ് മാത്രം കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, കാരണം സ്റ്റോക്ക് മാർക്കറ്റ് കയറാൻ ഇറങ്ങാം, ഒരുപാട് കാര്യം നടക്കാം, അത് നമുക്കറിയില്ല. പക്ഷേ ടൈം വാല്യൂ എന്താണ്? നമുക്കറിയാം ഇനി എത്ര ദിവസമുണ്ട്. അപ്പോൾ ടൈം വാല്യൂ കഴിയും തോറും ഓപ്ഷന്റെ പ്രീമിയത്തിലുള്ള ടൈം വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ടൈം കഴിയും തോറും ഓപ്ഷന്റെ പ്രീമിയത്തിലുള്ള ടൈം വാല്യൂ കുറഞ്ഞു വരും. നിങ്ങൾക്ക് കാണാം എക്സ്പയറി ഡേയിൽ ചില സ്ട്രൈക്സ് ഒക്കെ 0-ലാവുന്നുണ്ട്. കാരണം എന്താണ്? എക്സ്പയറി ഡേയിൽ 3:30 ടൈം കഴിഞ്ഞു. സോ ടൈം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സമയത്തിന്റെ ബെനിഫിറ്റ് കൊണ്ട് കിട്ടിയ വാല്യൂസ് കഴിഞ്ഞില്ലേ, അതാണ് ടൈം വാല്യൂ കഴിയുന്നത്. സോ അതിന് ഇൻട്രൻസിക് വാല്യൂ അല്ലെങ്കിൽ ശരിക്കുള്ള വാല്യൂ ഇല്ലെങ്കിൽ ആസ് പെർ ദ ഫോർമുല അത് 0-ലാണ് എക്സ്പയർഡ് ആവുക. അതാണ് നിങ്ങൾ ഔട്ട് ഓഫ് 20 സ്ട്രൈക്ക് പ്രൈസസ് 0-ൽ എക്സ്പയർഡ് ആവുന്നത്. അതിന്റെ കാൽക്കുലേഷൻ ജസ്റ്റ് നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്ക് പുട്ട് ഓപ്ഷൻ ലൈവ് മാർക്കറ്റിലെ സ്റ്റാറ്റസ് നോക്കാം. നിഫ്റ്റി സെയിം തന്നെ 21,643 നിൽക്കുന്നത്. ഇനി നമ്മുടെ പുട്ട് ഓപ്ഷൻ ഒരു 21,700 പുട്ട് ഓപ്ഷന്റെ പ്രീമിയം നോക്കാം. ആസ് പെർ ദ ഫോർമുല നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സ്ട്രൈക്ക് പ്രൈസ് മൈനസ് സ്റ്റോക്ക് പ്രൈസ്, അതായത് കോൾ ഓപ്ഷന്റെ പ്രൈസിന്റെ നേരെ ഓപ്പോസിറ്റ്. സോ ആസ് പെർ ദ ഫോർമുല നമുക്ക് കിട്ടിയത് എത്രയാണ്? 57 ആണ്. ഈ ലൈവ് മാർക്കറ്റിൽ എന്താണ് പ്രീമിയം നോക്കാം. സോ ലൈവ് മാർക്കറ്റിൽ നമ്മൾ നോക്കുമ്പോൾ 141 ആണ് ഓപ്ഷന്റെ പ്രീമിയം കിടക്കുന്നത്. സോ നേരത്തെ പോലെ തന്നെ ലൈവ് മാർക്കറ്റിലെ പ്രീമിയം നമ്മൾ പഠിച്ച പ്രീമിയമായിട്ട് അജഗജാന്തര ഡിഫറൻസ് ഉണ്ട്. ലൈവ് മാർക്കറ്റിലെ പ്രീമിയം 141.90 കറക്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? 57. സോ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത് 57 ആണ്. ബാക്കിയുള്ളതാണ് ടൈം വാല്യൂ. സോ നമ്മൾ 141.90 മൈനസ് 57, 84.90. ഇതാണ് ടൈം വാല്യൂ. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 11 ദിവസം ഇനി എക്സ്പയറിയിലേക്ക് ഉണ്ട്. ഈ 11 ദിവസത്തെ ടൈം വാല്യൂ ആണ്, 11 ദിവസത്തിന്റെ ആനുകൂല്യം കൊണ്ട് കിട്ടുന്ന ടൈം വാല്യൂ ആണ് ഈ പറഞ്ഞ എമൗണ്ട്. ഓരോ ദിവസം കഴിയുന്നതോറും ഓപ്ഷന്റെ പ്രീമിയത്തിന്റെ ഉള്ളിലെ ടൈം വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ശ്രദ്ധിക്കണം, എപ്പോഴും നമ്മൾ പറയാം ഓപ്ഷന്റെ പ്രീമിയം അലിഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ്. പക്ഷേ പ്രീമിയത്തിന്റെ ഉള്ളിലെ ടൈം വാല്യൂ ആണ് സമയത്തിന്റെ ആനുകൂല്യം കൊണ്ട് നമുക്ക് കിട്ടുന്നത്. സോ സമയം കഴിയുന്നതോറും അതാണ് അലിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് നമ്മൾ ഓപ്ഷൻ ഗ്രീക്സ് പറയുമ്പോൾ വളരെ ഇൻഡെപ്ത് ആയിട്ട് പറയുന്നുണ്ട്. കാരണം ഓരോ ഗ്രീക്സും എങ്ങനെ എഫക്ട് ചെയ്യുന്നത്, എസ്പെഷ്യലി ടൈം ഡീക്ക് അല്ലെങ്കിൽ തീറ്റ എങ്ങനെ എഫക്ട് ചെയ്യുന്നത് വളരെ വിശദമായിട്ട് തന്നെ പഠിക്കണം. നമ്മളിപ്പോൾ എന്താണ് പഠിച്ചത്? ഓപ്ഷന്റെ പ്രീമിയം എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ കംപ്ലീറ്റ് ട്രേഡിംഗ് സ്ട്രാറ്റജി ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്യേണ്ടത്. ഇവിടെ പ്രീമിയത്തിനുള്ളിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്: ഇൻട്രൻസിക് വാല്യൂ ആൻഡ് ടൈം വാല്യൂ. ഇൻട്രൻസിക് വാല്യൂ ഞാൻ പറഞ്ഞു സ്റ്റോക്ക് പ്രൈസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് നമുക്ക് അറിയില്ല, സ്റ്റോക്ക് പ്രൈസ് കയറാൻ ഇറങ്ങാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ നമുക്കൊരു ഹാൻഡും ഇല്ല, നമുക്ക് അറിയില്ല. പക്ഷെ ബാക്കിയുള്ളത് എന്താണ്? ടൈം വാല്യൂ. സമയം എന്ന് പറയുന്നത് മുന്നോട്ട് മാത്രം പോകുന്നൊരു സംഭവമാണ്. സോ കുറേ കാര്യങ്ങൾ 100% ഷുവർ ആയിട്ടുണ്ട് ഓപ്ഷനിൽ, പ്രത്യേകിച്ച് ഈ ടൈം വാല്യൂ ഒക്കെ. സോ നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി കംപ്ലീറ്റ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം, എന്നാൽ നമ്മുടെ ബേസ് കറക്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ ഈ ടൈം വാല്യൂ ക്യാപ്ചർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം.
അതിന് നമുക്ക് എന്തൊക്കെ റിസ്ക് വരുന്നു, ആ റിസ്ക് ഇങ്ങനെ മാനേജ് ചെയ്യാം. ഇതാണ് ആക്ച്വലി ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ട്രേഡിങ്ങിൻ്റെ ബേസ് ഉറപ്പായ കാര്യങ്ങളാണ്. അല്ലാതെ നമുക്ക് ഒരു ഉറപ്പുമില്ലാത്ത മാർക്കറ്റ് അല്ല, അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസിൻ്റെ മൂവ്മെൻ്റ് അല്ല നമ്മൾ ട്രേഡിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഓപ്ഷൻ ഹെഡ്ജ് ചെയ്യുന്ന ആളുകൾ മാർക്കറ്റിൽ നിലനിൽക്കുന്നതും നേക്കഡ് ചെയ്യുന്ന ആളുകൾ ഇവഞ്ച്വലി മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകുന്നതും. സോ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് പഠിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഓപ്ഷൻ്റെ പ്രൈസിങ് പഠിച്ചല്ലോ, അതേപോലെ തന്നെ എങ്ങനെയാണ് ഓപ്ഷൻ്റെ പ്രൈസിങ് ലൈവ് മാർക്കറ്റിൽ ബിഹേവ് ചെയ്യുന്നത്, എക്സ്പയറിക്ക് മുന്നേ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ്, മാർക്കറ്റ് ഇല്ലാത്ത ദിവസം ഓപ്ഷൻ്റെ പ്രീമിയം എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. മാർക്കറ്റ് ഇല്ല എന്ന് പറയുന്നത് ട്രേഡിംഗ് ഇല്ലാത്ത ദിവസം, പക്ഷേ അന്നൊക്കെ ഓപ്ഷൻ്റെ പ്രീമിയം റണ്ണിങ് ആണ്. ഇതൊക്കെ വളരെ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ലൈവ് മാർക്കറ്റ് നമുക്ക് ഈ ഒരു ആർക്കിടെക്ട് എങ്ങനെ ബിൽഡ് ചെയ്യാം, ഐ മീൻ ഡിസൈൻ ചെയ്യാം, ഓപ്ഷൻ്റെ പ്രീമിയം വെച്ചിട്ട് ടൈം വാല്യൂ വെച്ചിട്ട് എങ്ങനെ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാം എന്നൊക്കെ വളരെ വിശദമായിട്ട് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ആക്ച്വലി എന്താണ് ബുൾസ് മൂവ്സ് എന്ന്. അതായത് കേരളത്തിലെ ഒരേ ഒരു ഓപ്ഷൻ ഹെഡ്ജിങ് മാത്രം പഠിപ്പിക്കുന്ന ട്രേഡിംഗ് ഹബ്ബാണ് ബുൾസ് മൂവ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മാർക്കറ്റിനെ പറ്റിയല്ല പഠിപ്പിക്കുന്നത്, മറിച്ച് ഈ ടൈം വാല്യൂ ബാക്കി കാര്യങ്ങളാണ്. ഇതിലെങ്ങനെ ഡിസൈൻ ചെയ്യാം, റിസ്ക് വരുമ്പോൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, മാർക്കറ്റിൽ നിൽക്കണോ പോകണോ, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ഓപ്ഷൻ ഗ്രീക്സ് ഉപയോഗിച്ച് മനസ്സിലാക്കാം, ഓപ്ഷൻ ഗ്രീക്സ് ഉപയോഗിച്ച് എങ്ങനെ ഡിസൈൻ ചെയ്യാം, ഇതൊക്കെ വളരെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഓപ്ഷൻ ഹെഡ്ജിങ് പഠിക്കാവുന്നതാണ്. ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും വൺസ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലൈഫ് ടൈം ആക്സസ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ബുൾസ് മൂവ് ട്രേഡിംഗ് ഹബിൽ വരാൻ പറ്റും, ട്രേഡ് ചെയ്യാൻ പറ്റും, ഒരുപാട് ട്രേഡേഴ്സിൻ്റെ കൂടെ വന്നിട്ട് ചെയ്യാൻ പറ്റും. സോ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു കരിയർ ആക്കണം, ബിസിനസ് ആക്കണം എന്ന രീതിയിൽ മാർക്കറ്റിനെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് കാണുന്ന, ഹാലൂസിനേഷൻ അല്ല റിയലിസ്റ്റിക് ആയിട്ട് കാണുന്ന ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബുൾസ് മൂവ് ആയിട്ട് കോൺടാക്ട്